ഹലോ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്ന പുതിയൊരു വീഡിയോ ആയിട്ടാണ്. പുതിയൊരു വീഡിയോ എന്ന് പറയാൻ വേണ്ടി നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്ന് വിചാരിച്ചുണ്ടാക്കിയ ചാനലാണ്. ഇന്ന് നമ്മൾ നടത്താൻ പോകുന്നത് ചാലഞ്ചാണ്. ചാലഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കട്ടിലിനെ മലർത്തി ഇട്ട് വയ്ക്കുന്ന ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഒരു കട്ടിലിനെ ഇവിടെ മലർത്തി ഇട്ടിട്ടുണ്ട്. ഈ കട്ടിലിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ അടയ്ക്കും. അടച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ അവർ മൂന്ന് പേരാണ് ഇതിൻ്റെ കണ്ടസ്റ്റൻറ്റ്. ഈ 3 പേരെയും കൂടെ ഇതിൻ്റെ ഉള്ളിൽ ഇരുത്തും. ഇവർ 3 പേരിൽ അവസാനം പോകുന്ന ആൾക്ക് നമ്മൾ 100 രൂപ കൊടുക്കുന്നതാണ്. ഇതിൻ്റെ ഇടയിലൊക്കെ ഓരോ ടാസ്കും ഓരോ സംഭവങ്ങളൊക്കെ കാണും. തമ്മിൽ വെളിയിൽ പോകുന്നത്. ഇത് റൂൾസ് എങ്ങനെയാണെന്ന് നോക്കിയാൽ, ഇത് നമ്മൾ ഇതേപോലെ ഇങ്ങനെ അടയ്ക്കും. അടച്ചു കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ കാണിക്കണം. അടച്ചു കഴിയുമ്പോഴത്തേക്കും ഇത് ഇങ്ങനെ ആയിരിക്കും. ഇതിൻ്റെ വെളിയിലിറങ്ങണം. ഈ കൈ ഉണ്ടോ? കൈ ഇതിൻ്റെ അപ്പുറത്ത് കടക്കുകയാണെങ്കിൽ നമ്മൾ ഔട്ടാവും. അതുമാത്രമല്ല, ഇതിലെ കൂടെ വെളിയിലേക്ക് പോകാനുള്ളൊരു വഴിയുണ്ട്. ഇപ്പോൾ ആർക്കെങ്കിലും ഇപ്പം നോർമൽ മൂഡാണ്. ഇതിനെ അവർ കയറ്റുമ്പോൾ നോർമൽ മൂഡാണ്. 2 മൂഡുണ്ട്. ഫസ്റ്റ് മൂഡ് നോർമൽ മൂഡ്. നോർമൽ മൂഡിൽ അവർക്ക് തെള്ളിയിടാനോ ഒന്നും പറ്റത്തില്ല. സെക്കൻഡാണ് വയലൻസ് മൂഡ്. വയലൻസ് മൂഡിൽ അവർ തമ്മിൽ തെള്ളിയിടാനും പറ്റും. അപ്പോഴത്തേക്കും നമ്മുടെ കണ്ടസ്റ്റൻറ്റിനെ വിളിക്കുവാണ്. ഇന്ന് വിജയിക്കുന്നവർക്ക് 100 രൂപ ഉണ്ട്. കണ്ടസ്റ്റൻറ്റ് കമോൺ. ഫസ്റ്റ് കണ്ടസ്റ്റൻ്റ് ആയ നമുക്ക് നാഫിസിനോട് ചോദിക്കാം, എന്താണ് പറയാനുള്ളത്? ഒരു അഭിപ്രായം എനിക്ക് പറയാനില്ല. ജയിക്കുമോ? ശ്രമിച്ചു നോക്കാം. അടുത്ത എൻ്റെ പേരെന്തായിരുന്നു? നസീഫാണ്. നസീഫിന് എന്താണ് പറയാൻ? ജയിക്കുമോ നോക്കുക? അറിയത്തില്ല. അടുത്ത നിയാസ്, ജയിക്കുമോ നോക്കുക? ഇവര് സാധാരണ വീഡിയോയിലൊക്കെ ജയിക്കും എന്ന് പറയുന്നത്, ഇവര് പറയുന്നത് നോക്കട്ടെ എന്നാണ്. അപ്പോഴത്തേക്ക് 3 പേര് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കളി സ്റ്റാർട്ടാകാൻ പോകുന്നത്. ഇത് നമ്മൾ തുറക്കാൻ പോകുന്നത്. 3 കയറും. അത് അവിടെ മാറ്റി വെച്ചേക്കും. നീ എന്തിനാണ് വിളിക്കുന്നത്? നീ ഉള്ളിൽ കയറും. നിങ്ങൾക്കൊരു മൊബൈലായിരുന്നു, നിങ്ങൾക്ക് വീഡിയോ എടുക്കാം കേട്ടോ. ഞാനൊന്ന് എടുത്തു തരാമേ. ഹലോ, അപ്പം നിങ്ങളുടെ വീഡിയോ എടുത്തു. 3 പേരെയും കാണിക്കുന്ന രീതിയിൽ എടുക്കണേ. എടാ അതിനെ അതെ പിടിയടാ. നിങ്ങൾ 3 പേരെ നോക്കിക്കോ. ഇത് അടയ്ക്കാൻ പോവാണേ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയണോ? പിന്നുണ്ടല്ലോ, പിന്നത്തെ ഒരു കാര്യം പറയാൻ പറഞ്ഞു. ഇവിടുത്തെ മതിലല്ല, ആ സൈഡിലുള്ള മതിൽ തൊട്ടാലും ഔട്ടാ. ഇവിടുത്തെ ഈ ഭാഗത്ത് മതിലല്ല, ഈ മതിലുണ്ട്. ഈ മതിലും ആ മതിലിലും തൊട്ട എന്തുവാ പണിയാണ് കേട്ടോ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ. കാണിക്കുന്ന രീതിയിൽ എടുക്കണേ. ഗൈസ്, നമ്മളിവിടാണ്. ഗൈസ്, അവന്റെ അടച്ചിട്ട് പോയി. അയ്യോ, എന്തെങ്കിലും പറയണോ? അയ്യോ, ഇവിടുത്തെ മതിലല്ല, സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ. ഗൈസ്, നമ്മളിനി ഇവിടെ എത്ര ദിവസമാടാ കഴിയാൻ പറഞ്ഞവൻ? അതാണ് ഗൈസ്, ഇവന്മാര് കേസ് ഇവിടെ എന്ത് കേസ് എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവൻ പോയി. കേസ് നമ്മൾ ഒറ്റയ്ക്കാണ്. ഇപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോ പുള്ളോത്തിയുടെ ഒക്കെ വൈബുണ്ട്. ഗൈസ്, ഇവിടെ നല്ല ചൂടാണ്. ഗൈസ്, അവൻ പോയി. ഗൈസ്, ഈ കമ്പിയില്ലേ ഗൈസ്, ഇത് ചാരാൻ പാടില്ല. ഇപ്പൊ ചാരിന ജസ്റ്റ് മിസ്സാണ് ഗൈസ്. ഗൈസ്, ഇതാണ് നിയാസ്. നസീഫ്. നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നതല്ലേടാ സ്കൂളില്? അതെ ഗൈസ്. അവന് ഇപ്പം വരുമോയെന്ന് എനിക്കറിഞ്ഞൂടെ ഗൈസ്. കുറച്ച് സമയം നമ്മളൊന്ന് ഉറങ്ങട്ടെ. അപ്പോൾ ഗൈസ്, ഇവന്മാർ ഗൈസ്, ഞാൻ കുറച്ച് സമയം ഉറങ്ങി. പിന്നെ നിയാസ് പിന്നെ ഞാൻ വിളിച്ച്. പിന്നെ ജോനാണെങ്കിൽ ഉറങ്ങിയില്ല ഗൈസ്. ജോൻ ഇച്ച് സീനായി. അവന് ക്യാമറ കണ്ട നാണമാണ് ഗീസ്. അതല്ലേ കണ്ട
എന്ത് ചൂടാടാ അതെ ഇത് ഈ നമുക്ക് തൊടാം, അതാണ് വലിയ കുഴപ്പമില്ല. ഇതിൽ നമുക്ക് തൊടാം. അവൻ പറഞ്ഞ് ഇതിൽ തൊടാം, പക്ഷെ മണ്ടയ്ക്ക് ആവുമ്പോൾ പറഞ്ഞ് കാണിച്ചു തന്നില്ല അവിടെ. ഇല്ല, ആരും തെറ്റില്ല, സത്യം. ആരും ചെറുതായിട്ടെങ്കിലും. അപ്പം ഇത് ഇപ്പം നിൽക്കുന്നത് നോർമലി കൂടാണ്. ഇനി എല്ലാം കൂടെ എഴുന്നേറ്റ് അയ്യോ ഇനി വയലൻസ് മൂഡ് ഔട്ട്. ഇതിന്റെ വെളിയിൽ പോലെന്ന് പറഞ്ഞു. ഇത് കണ്ട ഇത് എഴുതിക്കാനും പറഞ്ഞു. അയ്യോ റിയാസ്, ഇതിന്റെ ഇത് ഞാൻ തുടർന്ന് കേട്ടിട്ട് ഇനി നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ തെളിയിക്കും. ഹലോ ഗായ്സ്, നമ്മളിപ്പോ വന്നിരിക്കുന്നത് ഇവനെ കണ്ടോ? ഇവൻ ഒരു മണ്ടത്തരം കാണിച്ചു, അബദ്ധം കാണിച്ച് തോറ്റുപോയി. അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം. ഇനിയും ചാലഞ്ച് ഉണ്ട്, നിന്നെ തന്നെ വിളിക്കാം. അടുത്ത് ഇവിടെ 2 കണ്ടസ്റ്റന്റ് ഇപ്പോഴും ബാക്കിയുണ്ട്. അതാ ശ്രദ്ധിക്കണം, ഇവിടെ തൊടാം. പക്ഷെ ഇത് നോക്ക്, ഇവിടെ ഇങ്ങനെ തൊട്ട് 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 ഇതിന്റെ വെളിയിൽ അവൻ ചെയ്തത് ഇങ്ങനെ ഇങ്ങനെ പിടിക്കല. ഇങ്ങനെ പിടിച്ചപ്പോഴത്തേക്ക് ഔട്ട. അപ്പോഴത്തേക്ക് നീരുന്നോ ഇനി ഇനി പറയാൻ പോണത് 3 വയലൻസ് മൂടാണ്. വയലൻസ് മൂടി നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ തെള്ളിയിടാൻ ശ്രമിക്കാം. 3 ഇപ്പൊ ഞാൻ എഴുന്നേപ്പിച്ച് കിടന്നുകൊണ്ട് ഒരു അടിയിടാം. അതിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല. 3, 2, 1 സ്റ്റാർട്ട്. തലങ്ങണിയൊക്കെ എടുത്ത് തലക്കിട്ടു തെള്ളടാ, അടിച്ചു പൊട്ടി. നീ ക്യാമറയിലേക്ക് ഒന്ന് നോക്കണം. നീ അവനെ അങ്ങനെയെങ്കിലും വെളിയിൽ കളഞ്ഞാൽ മതി. ആരും തോക്കല്ലേ. ഇനി ശരിക്കും ഇടിച്ച് വെളിക്കള ഇടിച്ച് വെളിക്കള. നമ്മള് എണ്ണാൻ പോവാണ്. 10, 1, 2, 3 അറ്റത്ത് മതിയെ കൊണ്ടാലും പണിയാ. 4 എടുത്ത് തെള്ളട. 5, 6, 7, 8 തെള്ളട അങ്ങോട്ട്. 9, 10. ഞാൻ വിചാരിച്ച പോലെ നിങ്ങൾ എൻ്റെ വയലൻസും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് 2 ഒരുത്തം പോലും തോറ്റില്ല. ഞാൻ വിചാരിച്ചു ഒരുത്തിനെങ്കിലും തോക്കുമെന്ന്. അപ്പോൾ ഇതിനെ തോക്കാത്ത വിളിക്കും. നമുക്ക് അടുത്ത ടാസ്ക് കൊടുക്കാം. ഹലോ ഗൈസ്, നമ്മളിപ്പോഴത്തേക്ക് ഞാൻ ഒരു കാര്യം ജസ്റ്റ് ഒരു മിനിറ്റ് നമ്മളൊന്ന് മാറ്റി നിർത്തി അവന്മാരെ ഉള്ളിലിട്ടിട്ട്. എന്താണെന്ന് വെച്ചാൽ എന്താ ടാസ്ക് എന്താണെന്ന് ആലോചിക്കാൻ വേണ്ടി 2 ഇവിടെ കിടപ്പുണ്ട് ചത്തോല. അവിടെ ഒരു ഷീറ്റൊക്കെ വിരിച്ച് ഒരു ബ്യൂട്ടിഫുള്ളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ എന്നിട്ട് ഈ ടാസ്ക് ചാരി നീ തീർന്നു. ഇങ്ങനെ തമ്മിൽ എനിക്കങ്ങനെ അവന് തെളി ഇട്ടുണ്ടായിരുന്നു. നീ ജയിക്കത്തില്ലായിരുന്നു. നീ ഇങ്ങനെ തമ്മിൽ കറങ്ങണം, മനസ്സിലായി? അപ്പോൾ കറങ്ങുമ്പോഴത്തേക്ക് മാക്സിമം ഇവിടുത്തെ അവിടുത്തെ മതിൽ തൊട്ടാ ഔട്ടാ. പക്ഷെ നിങ്ങൾ മാക്സിമം ഇവിടുത്തെ മതിലിന്റെ അടുത്തോട്ട് വരണം. പക്ഷെ അവിടെ തൊടാൻ പാടില്ല. എന്നിട്ട് അങ്ങോട്ട് പോകണം. അങ്ങനെ ചെയ്യണം, മനസ്സിലായോ? സ്റ്റാർട്ടായി. അങ്ങോട്ട് തിരിച്ചു കയറണം. ഞാൻ നടക്കാൻ തമ്മി ഇടിച്ചു. ഞാൻ നടന്നു അടിയാ. സത്യം പറഞ്ഞാൽ ഞാൻ അപ്പുറത്തെ റൂമിൽ വന്നു. ഞാൻ വിചാരിച്ചെന്തോ അതിലേതെങ്കിലും ഒരുത്തരുണ്ടോ തമ്മിൽ നടക്കുന്ന വഴിയിൽ അങ്ങനത്തെ കോണറിൽ അപ്പുറത്തെ ഇപ്പുറത്തെ പോലെ മതിലേയും മുട്ടുള്ളൂ. പക്ഷെ അമ്മമാർ തമ്മിൽ അതിലും വലിയ അടിയായി. അതുകൊണ്ട് അടിയാണോ? അടി ഞാൻ വിചാരിച്ചില്ല ഇവന്മാർ അവിടെ എവിടെയെങ്കിലും കോർണറിൽ ഞാൻ വിചാരിക്കുന്നത് ഒരുത്ത പോലെ മുട്ടുന്നില്ല. ഇനി 10 സെക്കൻഡ് കൂടെ. 1, 100 വേണമെങ്കിൽ ശരിക്കും നിന്നോ. 2, 3, 4, 5, 6, 7, 8, 9, 10. ഹലോ ഗൈസ്, ഞാൻ ഇപ്പം കുറേ പേര് വിചാരിക്കുന്നുണ്ടായിരിക്കും. കുറേ എന്ന് പറഞ്ഞാൽ കുറേ പേര് വിചാരിക്കുമായിരിക്കും ഇത് ഫേക്കാണ്, ഇത് ഉഡായിപ്പാണ്, ഇത് നിങ്ങൾ ശരിക്കും കാശ് കൊടുക്കുന്നില്ല, അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ടായിരിക്കും. അവരോട് എനിക്ക് എന്താ പറയാനുള്ളത്? നിങ്ങളങ്ങനെ വിചാരിച്ചു, എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ സത്യം പറയാൻ ഞങ്ങൾ കാശ് കൊടുക്കുന്നുണ്ട്. പ്ലീസ് അതിൻ്റെ ഒരു ഇതിൽ കാണും. അവരെല്ലാവരും കളിക്കുന്ന ആ ഒരു സ്പിരിറ്റ് വെച്ചിട്ട് ഇവൻ കഷ്ടം വെളിയിൽ പോയി, എന്നാലും കുഴപ്പമില്ല, പിടിച്ചെങ്കിലും
അടുത്ത ചാലഞ്ചിൽ നീ മാക്സിമം വിജയിക്കാൻ ശ്രമിക്കുക അല്ലേ? നമ്മൾ വിജയിക്കും അല്ലേ? അത്ര അതെ കണ്ട ഇവരെല്ലാവരും ആ സ്പിരിറ്റിലാണ് കളിക്കുന്നത്. നിങ്ങളൊക്കെ പറയുന്നുണ്ടായിരിക്കും ഇത് ഫേക്ക് ആണെന്ന് പറയായിരിക്കും. പ്ലീസ് മനസ്സിലാക്കുക. എന്തോ ഇത് ശരിക്കും അവർക്ക് കാശ് കൊടുക്കുന്നുണ്ട്, കാശ് കൊടുക്കുന്ന വിഷ്വൽസ് കാണിക്കാനൊക്കെ ഉണ്ട്. നിനക്ക് 100 കിട്ടുവാണെങ്കിൽ നീ എന്തോ ഇടാം? നിനക്ക് 100 കിട്ടിയാൽ നീ എന്തോ ചെയ്യും? ഞാൻ ഹോട്ട് വീൽസ് വാങ്ങിക്കും. ഹോട്ട് വീൽസിന് 100 രൂപയ്ക്ക് ഹോട്ട് വീൽസ് കിട്ടുക. എനിക്ക് ഇതിനു മുമ്പേ കുറെ പൈസ ഒക്കെ കിട്ടിയിട്ടുണ്ട് ചാലഞ്ചിൽ. അപ്പോഴത്തേക്കും അങ്ങനെ എനിക്ക് ഹോട്ട് വീൽസ് വാങ്ങിക്കണം. പിന്നെ എന്റെ കുടുംബത്തിനെ സഹായിക്കണം എനിക്ക്. അപ്പോഴത്തേക്കും അടുത്ത ടാസ്ക് നീ നേരത്തെ കൈ എവിടെ വെച്ചേക്കുന്നു? ഇവിടെ വെച്ച് വെള്ളം നനവ് ഇവിടം വരെ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടുത്ത് അവൻ ഇവിടം വരെ കണ്ട് കൈ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് അതിന്റെ ഈ വരയത്തോട്ടല്ലേ ഔട്ട്. എന്നുവെച്ചാൽ ഇതിന്റെ പുറകെ വന്ന ഔട്ട്. ഇത് മനസ്സിലായിട്ടില്ല ഇതുവരെയായിട്ട് എനിക്ക്. പിന്നെ എന്തോ ഇതിലോ തൊട്ടാലും ഔട്ട്. പിന്നെ ഇതിൽ തൊട്ടാലും ഔട്ട്. പിന്നെ സ്വയം കാശ് ഇട്ടിട്ടുണ്ട്. അമ്മമാരെ എങ്ങനെയെങ്കിലും തോപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോഴത്തേക്ക് കുറെ നേരം റെസ്റ്റ് എടുക്കുമല്ലേ? നമുക്കിന്ന് വയലന്റ് മൂഡിലേക്ക് പോയാലോ? എടാ എന്നാ കൂടെ അടിച്ചു കൂട്ടിരിക്കും. നീ എന്തോ ചെയ്യുന്നായിരുന്നു പറഞ്ഞ നേരത്തെ? നീ എന്തോ ചെയ്യുന്ന പറഞ്ഞ? നീ നേരത്തെ എന്തോ ചെയ്യുമെന്നാ പറഞ്ഞ? നീ എന്തോ ചെയ്യും പറ. നിനക്ക് 100 കിട്ടും എന്തോ ചെയ്യും? എനിക്ക് 100 കിട്ടാൻ ഞാൻ പോയി ബർഗർ അടിക്കും. പിന്നെ പപ്സും വെള്ളമൊക്കെ അടിക്കും. ഇവന്റെ കാര്യം എന്തോ എനിക്കറിയില്ല. നിനക്കെന്തോ? പൊറോട്ട. പിന്നെ നീ നേരത്തെ കൂട്ടിയിട്ട് ഹോട്ട് വീൽസ് വാങ്ങുന്നു പറഞ്ഞതാ. അത് ഞാൻ നോക്കട്ടെ ഹോട്ട് വീൽസ് കിട്ടും. അപ്പോഴത്തേക്കും വയലന്റ് മൂഡിലേക്ക് പോകാൻ വേണ്ടി കിടന്നടിച്ചോ. 3, 2, 1 സ്റ്റാർട്ട്. ശരിക്കും അങ്ങോട്ട് തെള്ളു. കണ്ണിട്ട് ഒരെണ്ണം കിട്ടി. കണ്ണിട്ട് ഒരെണ്ണം കിട്ടി. ഇത് കണ്ടോണ്ട് സുഖിച്ചോണ്ടെടുത്ത് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇങ്ങോട്ടൊന്നും കടിയിട. എന്നാലേ ഏതെങ്കിലും എടുത്താൽ വെളി പോത്തുള്ളൂ. സത്യം സത്യം പറഞ്ഞാൽ ഇതുകൊണ്ട് വലിയ ഉപകാരം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇവന്മാർക്ക് മര്യാദ കാടുന്നു. അവിടെ നമുക്ക് അടുത്തൊരു ടാസ്ക് കൊടുക്കും. എനിക്ക് ഉറപ്പാണ് ഈ ടാസ്കിൽ ആരെങ്കിലും പോകും. ഞാൻ എൻ്റെ ഉള്ളിലൊന്ന് കയറുവാണേ. ഒറ്റക്കാലം എനിക്ക് ഏതെങ്കിലും ഒരു കാലം സെലക്ട് ചെയ്യും. പിന്നെ ആ കാലം മാറ്റാൻ പറ്റത്തില്ല. ഏതാ കാലം നീ സെലക്ട് ചെയ്തു ആ കാലം അവിടെ തൊടാനും പറ്റത്തില്ല. മാറ്റും പ്ലീസ്. വേണമെങ്കിൽ ഇവിടെ നീ ഇങ്ങനെ വെച്ചു. നോക്കിക്കേ അവിടെ തൊടാൻ പറ്റത്തില്ല. ഇവിടെ വെക്ക് കാലം. ഇവിടെ കുട്ടിക്കോ. ഇവിടെ ഇതിൽ ആരാണ് അവിടെ ഇപ്പുറത്തോട്ട് വരില്ല. നേരത്തെ ഞാൻ പറയുന്നത് നേരത്തെ കൊണ്ടായിരുന്നോ? ഇല്ല അപ്പോഴത്തേക്കും പറഞ്ഞേക്കും മാക്സിമം ശ്രദ്ധിക്കണം. എങ്ങാനും കൊള്ളുന്നവൻ ഔട്ടാവും എന്ന് വെച്ചാൽ കൊണ്ടാലും അല്ല ഈ കാലം ഇങ്ങനെ ഞാനിപ്പോ ഔട്ടൊക്കെ തറയെ വന്ന് മുട്ടിയാലും കൊള്ളാം. ഞാനൊരു കാര്യം ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ട്രിക്ക് ഇങ്ങനെ നിങ്ങളൊക്കെ പിടിക്കുന്നത് ഇങ്ങനെ. പക്ഷെ ഇങ്ങനെ മണ്ടയ്ക്കോട്ട് പിടിക്കുകയാണെങ്കിൽ ഇവിടെ മുട്ടാനും സാധ്യത കുറവ്. പിന്നെ തറയിൽ പോകാനും സാധ്യത കുറവ്. അപ്പോഴത്തേക്ക് ഇനി നിങ്ങൾക്ക് കളക്കളി കാണിക്കാതിരിക്കാൻ വേണ്ടി കളക്കളിയൊന്നും നടത്താതിരിക്കാൻ വേണ്ടി നമ്മൾക്ക് നേരത്തെ തോറ്റു പോയവനില്ലേ അവൻ നമുക്ക് ഒരു വീഡിയോ എടുക്കും. ഉള്ളിൽ കയറാൻ പോകണേ. ഇവൻ ഉള്ളിൽ കയറുന്ന വലിയ കുഴപ്പമൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. ലിവൻ കാരണം ഔട്ട് ആവുകയാണെങ്കിൽ ലിവൻ കാരണമല്ല ഇവൻ വല്ലതും തെളിയിട്ട് ഇവന്റെ കാലിൽ തട്ടി വല്ല ഔട്ട് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരവസരവും കൂടെ കിട്ടും. നീ അവിടെ നിന്ന് വീഡിയോ എടുത്തോ മര്യാദക്ക്. നീ ഇടക്കിടക്ക് നോക്കണം അതിൽ കറക്റ്റാണ് ക്യാമറ കാണിക്കുന്നത്. എന്നെ കാണാൻ അങ്ങോട്ടല്ല വിഷ്വൽ ബാക്ക് ക്യാമറ വെക്കാം. ബാക്ക് ക്യാമറ ആണ്. ലിവൻ ഇച്ചിരി ഇവിടെ നിന്ന് നീ മര്യാദക്ക് പൊങ്ങിയിരിക്കും. അവന്മാരുടെ തല കാണാൻ പറ്റും. അവന്മാർ കാണിടാ കാലും കാണിയിരുന്നു. മറ്റൊന്റെ കാലം എന്തോടാ? മറ്റൊന്റെ കാലം 2 കാലിനും ഒരേ സമയത്ത് ഇനി കാല് മാറ്റി വെക്കാനും പറ്റില്ല. എന്താ ആദ്യത്തെ എന്ത്
നിഹാസിന്റെ കാല്, നിഹാസല്ലല്ലോ, നിന്റെ പേരെന്ത്? നാസിഫിന്റെ കാല് ദേ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നേരത്തെ അവൻ ആ കാലിനെ സെലക്ട് ചെയ്തു. നീ നാസിഫ് ഇങ്ങോട്ടൊന്ന് മാറിക്കേടാ. ചാടി ചാടി. അതെ ലവന്റെ കാലും അങ്ങനെ ഇരിക്കുന്നു. ഇവന്റെ കാല് നോക്ക് ഇങ്ങനെ ഇരിപ്പുണ്ട്. അടുത്ത നിന്റെ കാല് മുട്ടി മുട്ടി എപ്പം ഇപ്പൊ മുട്ടി മുട്ടിയാ മുട്ടി. എനിക്ക് ഉറപ്പായിരുന്നു ഇതിലൊരുത്തൻ തോക്കുമെന്ന്. എനിക്ക് 100% കുത്തിക്കോ കുത്തിക്കോ. ഇറങ്ങി രണ്ടെണ്ണം ഇറങ്ങി. അങ്ങനെ കുറെ നേരത്തെ സാഹചര്യത്തിന് ശേഷം 2 ഇരട്ടകൾ തോറ്റെങ്കിലും നാഫിസ് ജയിച്ചു. വിഷമമുണ്ടോ? കുഴപ്പമില്ല, നമ്മൾ അടുത്ത പ്രാവശ്യം പിടിക്കും അല്ലേ? നീ വന്ന് അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ടും പിടിക്കും. ഉറപ്പായിട്ടും അടുത്ത പ്രാവശ്യം പിന്നെ ജയിച്ചതിന് എന്താ പറയാനുണ്ട്? നമ്മുടെ ചങ്കുകളാണ് ഈ സോമാര്. അടുത്ത പ്രാവശ്യം അമ്മമാരെ നീ ജയിക്കും. അടുത്ത പ്രാവശ്യം തോറ്റു കൊടുക്കാൻ നിൽക്കില്ലേ? ഇത് സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണ്. അടുത്ത പ്രാവശ്യം നീ പിടിക്കണം. പിന്നെ നീ അടുത്ത പ്രാവശ്യം അമ്മമാരുടെ മുന്നിൽ തമാശ നീ വീട്ടിൽ പോയിക്കോളാം. കഴിഞ്ഞോ വീട്ടിൽ സൈക്കിൾ എടുത്തോണ്ട് പോയിക്കോ. സൈക്കിൾ എടുത്തോണ്ട് പോയിക്കോ. നീ പോയിക്ക് നോക്കണ്ട. ഇനി ഒന്നുമില്ല, ശരിക്കും പോവാണ്. ഇനി അതിന്റെ പേരിൽ ആരെങ്കിലും കള്ളമാണ് കള്ളാണെന്നൊന്നും പറയാൻ നിൽക്കണ്ട. കാശ് കൊടുത്തു അവന്റെ സൈക്കിൾ എവിടെ ഇരിപ്പുണ്ട്? സൈക്കിൾ കാണിച്ചോ. ഇതെന്താ അതവൻ്റെത്. സൈക്കിൾ എടുത്ത് പോയിക്കോ. വീട്ടിൽ പോയിക്കോ. വീട്ടിൽ പോവാണ്. ഓ ഗൈസ് വീട്ടിൽ പോവാണ് കേട്ടോ. വീട്ടിൽ പോയിക്കോ. ശരി. ഇത്രയും മതിയല്ലോ നിങ്ങൾ വിശ്വസിക്കാൻ. 200 കിട്ടിയ സന്തോഷം ഉണ്ടല്ലോ. നല്ല സന്തോഷം. ഇനി നിങ്ങൾ പറയാ ഇനി 200 കട്ടാക്കി എടുത്തിട്ട് എൻ്റെ തന്നൊന്നും പറയല്. അവനെ കൊടുക്കുകയും ചെയ്ത് അവൻ പോവാനും പോവാണ്. അസ്സലാമു അലൈക്കും. അപ്പൊ അമ്മമാരൊക്കെ പോയി. എന്തോ 2 പേരും പോയി. ആദ്യം മറ്റവൻ പോയി. അവന് 200 കിട്ടിയില്ല. അവൻ ഹോട്ട് വീൽസ് വാങ്ങുമെന്ന് പറഞ്ഞു. ഹോട്ട് വീൽസ് ഒന്നും വാങ്ങാൻ പോകുന്നില്ല. കാശിന് പുട്ടടിക്കുമായിരിക്കും. പിന്നെ അത് നോക്കി നടക്കില്ലല്ലോ അവൻ്റെ പണി. അതായത് നമ്മളിപ്പം ഈ വീഡിയോ ഇടാൻ പോകുന്ന ചാനലിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കണ്ടന്റ് വീഡിയോസ്, ഗെയിമിംഗ് വീഡിയോസ്, ടാസ്ക് വീഡിയോസ്, ചാലഞ്ച് വീഡിയോസ് ഒക്കെയാണ്. പിന്നെ ഇതിനെ കട്ടാക്കിയിട്ട് ഇതാക്കിയിടും, ഷോർട്സ് ആക്കിയിടും. അല്ല വേറൊന്നും ഉദ്ദേശിക്കുന്നില്ല. അപ്പം നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിച്ചുണ്ടാക്കിയ ചാനലാണ്. അപ്പോഴത്തേക്കും പീസ് ഔട്ട്.